إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി പരമാവധി അധ്വാനിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെയെല്ലാം ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യപൂർവം നാം എല്ലാം ശ്രദ്ധിക്കുകയും ശ്രദ്ധിച്ചു പോരുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇബാദത്താണ് 5 നേരത്തെ നമ്മുടെ നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. ചെറുപ്പകാലം തൊട്ട് മതപാഠശാലകളിൽ ചേർന്നത് മുതൽ കേൾക്കുവാനും അറിയുവാനും പഠിക്കുവാനും തുടങ്ങിയ മഹത്വപൂർണമായ ഒരു ഇബാദത്താണല്ലോ നിസ്കാരം അല്ലെങ്കിൽ സ്വലാത്ത് എന്ന് പറയുന്ന മഹത്തായ ഇബാദത്ത്. ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നിസ്കാരം നിലനിർത്തണം എന്നത്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ നാം എണ്ണുന്നത് നിസ്കാരമാണ്, 5 നേരത്തെ നിസ്കാരമാണ് എന്നറിയാത്ത ഒരൊറ്റ മുസ്ലിമും ലോകത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനത ഇന്നും യഥാർത്ഥമായ നിലക്കുള്ള കൂറ് പുലർത്താതെ, അവയുടെ നിയമങ്ങൾ പാലിക്കാതെ, ഇസ്ലാം ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി അത് നിർവഹിക്കുവാൻ പറഞ്ഞുവോ ആ ലക്ഷ്യം നേടാനാവാതെ ധാരാളക്കണക്കിന് ആളുകളിൽ നിന്ന് ആ ഇബാദത്തുമായിട്ടുള്ള സമീപനങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത്. ലോകം കണ്ട എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ അംബിയ പ്രവാചകന്മാർ എന്ന പേരിലുള്ള ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ. അതിൽ നമുക്ക് കാണാൻ സാധിക്കും ആ പ്രവാചകന്മാരുടെ മുഴുവൻ അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഇതാഅസ് സകാത്തി വകാനൂ ലനാ ആബിദീൻ. അല്ലാഹു തആല പറയാണ് സൂറത്തുൽ അംബിയയിലൂടെ, വജഅൽനാഹും നാം അവരെ ആക്കിയിരിക്കുന്നു അഇമ്മത്തൻ നേതാക്കളാക്കിയിരിക്കുന്നു. മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണ് അവർ ഇമാമുകളാണ്.
ലോക ജനതക്കുള്ള നേതാക്കളാണവർ. യഹ്ദൂന ബി അംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം അവർ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴികൾ കാണിച്ചു കൊടുത്തിരുന്നു. വഅഹൈനാ ഇലൈഹിം, നാം അവർക്ക് ബോധനം നൽകി ഫിഅലൽ ഖൈറാത്ത്, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ. എന്നിട്ട് പറയാണ് വഇഖാമസ്സലാത്ത് വഇതാഅസ് സകാത്ത്, നിസ്കാരം മുറ പോലെ നിലനിർത്തുവാനും സകാത്ത് കൃത്യമായി കൊടുത്തുവിട്ടുവാനുമൊക്കെ അവർക്ക് നാം വഹീ നൽകിയിട്ടുണ്ടായിരുന്നു. വകാനൂ ലനാ ആബിദീൻ, അവരെല്ലാവരും തന്നെ നമ്മോട് വളരെയേറെ കൃത്യമായ നിലക്ക് ആരാധനകളിൽ ഇബാദത്തുകളിൽ മുഴുകിയിരുന്നവരായിരുന്നു എന്ന് അള്ളാഹു അവരെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലായി, എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു വഹീ കൊടുത്ത കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു നിസ്കാരം എന്ന് പറയുന്നത്. വ്യത്യസ്ത പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ട നിസ്കാരങ്ങളുടെ രൂപഭാവങ്ങളിൽ ചില വ്യത്യാസങ്ങൾ പ്രകടമായേക്കാമെങ്കിലും തത്വത്തിൽ എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു ഇഖാമത്തുസ്സലാ, നിസ്കാരം നിലനിർത്താൻ വേണ്ടി കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അത് വളരെ ഗൗരവത്തോടെയാണ് എല്ലാ പ്രവാചകന്മാരും കണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന, അതിന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു തവണയെങ്കിലും നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. മഹാനായ പ്രവാചകന്റെ ദുആ നോക്കൂ, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇജ്അൽനീ മുഖീമസ്സലാഹ്, നീ എന്നെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ നീ എന്നെ ചേർക്കണേ. വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരെ നീ നിശ്ചയിക്കണേ. എന്റെ കാര്യം പറഞ്ഞു, മക്കളുടെ കാര്യം പറഞ്ഞു, സന്താന പരമ്പരകളുടെ കാര്യം പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് പറയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വതഖബ്ബൽ ദുആ, ദുആ സ്വീകരിച്ചാലും നീ ദുആ സ്വീകരിക്കണമേ. നമ്മൾ ചിന്തിക്കുക, എത്ര കാലമായി നമ്മൾ നിസ്കരിക്കുന്നു? ഒരു തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, അല്ലാഹ് നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും എന്റെ സന്താനങ്ങളെയും നീ ഉൾപ്പെടുത്തണേ, ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചുവോ? എങ്കിൽ ആ പ്രാർത്ഥന തുടങ്ങണം. എന്റെ രക്ഷിതാവെ, അത് വളരെ ഗൗരവത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതാണ്. താനും തന്റെ മക്കളും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് മുക്തമാകണേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നിസ്കാരമെന്ന ഇബാദത്തിന്റെ കാര്യത്തിലും അതിൽ കണിശത പുലർത്തുന്നയാളായി എന്നെയും എന്റെ മക്കളെയും നീ ആക്കണേ എന്ന്, ആ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന് മനം നൊന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് വളരെ കൃത്യമായി പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാഹ് وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. വേദഗ്രന്ഥത്തിൽ അല്ലാഹു തആല കൽപ്പിക്കാൻ ഇസ്മായിലിനെ ഓർക്കൂ. അദ്ദേഹം സത്യസന്ധനായ കരാറുകൾ പാലിക്കുന്ന ഉത്തമനായ പ്രവാചകനായിരുന്നു, റസൂലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗുണം പറയാണ്, വകാന യഅ്മുറു അഹ്ലഹു, അദ്ദേഹം തന്റെ കുടുംബത്തോട് കൽപ്പന കൊടുക്കാറുണ്ടായിരുന്നു. ബിസ്സലാഹ് വസ്സകാത്ത്, നിസ്കാരത്തിന്റെ കാര്യവും സക്കാത്തിന്റെ കാര്യമൊക്കെ കുടുംബത്തോട് പ്രത്യേകം അദ്ദേഹം കൽപ്പന കൊടുത്തിരുന്നു. വളരെ കൃത്യമായി കുടുംബത്തോട് താൻ നിസ്കരിക്കുന്നു. അത് വാപ്പ അങ്ങനെ പഠിപ്പിച്ചതാണ്, വാപ്പയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മോനാൻ ഇസ്മായിൽ അലൈഹിസ്സലാം, അദ്ദേഹവും ആ താവഴി പിന്തുടരുകയാണ്. തന്റെ കുടുംബത്തോട് അദ്ദേഹവും കൽപ്പിക്കുകയാണ്. ആ പരമ്പരയിൽ വന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ لا نسألك رزقا نحن نرزقك والعاقبة للتقوى. ഓ പ്രവാചകരെ, വഅ്മുർ അഹ്ലക ബിസ്സലാ,
തങ്ങളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കൂ പ്രവാചകരെ, ഫസ്തബിർ അലൈഹാ, അതിൽ നന്നായി അടിയുറപ്പോടെ ക്ഷമയോടെ പിടിച്ചു നിൽക്കൂ. നിസ്കാരം കൊണ്ട് കൽപ്പിക്കാനും വേണം ക്ഷമ, ആ നിസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകാനും വേണം ക്ഷമ. ആ മേഖലയിലൊക്കെ നല്ല കാര്യത്തിൽ കൽപ്പിക്കാൻ സഹനം വേണം, ആ പ്രവർത്തനം ചെയ്യാനും സഹനം വേണം. പ്രവാചകരെ അതിൽ അടിയുറച്ച് സഹനത്തോടെ നിലകൊള്ളുക. എന്നിട്ട് പറയാൻ, ഞാൻ നിങ്ങളോട് ഉപജീവനം ചോദിക്കുന്നില്ല, അള്ളാഹ്ക്ക് വേണ്ടിയല്ല ഈ നിസ്കരിക്കുന്നത്. അള്ളാഹുവിനെ നമ്മൾ നിസ്കരിച്ചാലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല, അവന്റെ മഹത്വത്തിന് കുറവോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ കൂടുതലോ ഒന്നും വരുത്താനില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. വല്ലാഖിബത്തുൽ തഖ്വ, തഖ്വയോടെയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാവുക. അള്ളാഹു നമ്മുടെ എല്ലാം ആഖിബത്ത് പര്യവസാനം നന്നാക്കി തീർക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇസ്ലാമിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ഈ 5 നേരത്തെ നിസ്കാരം, അത് അള്ളാഹു അത് കൃത്യമായി തന്നെ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഹാഫിളൂ എന്ന കൽപ്പനയിലൂടെ. ഹാഫിളൂ, നിങ്ങൾ വളരെ അതിന്റെ എല്ലാ മര്യാദകളെയും പാലിച്ചുകൊണ്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ, നിലനിർത്തിക്കൊണ്ടുപോകണേ. ഹാഫിളൂ അലസ്സലവാത്ത്, എല്ലാ നിസ്കാരങ്ങളെയും നിങ്ങൾ അതിന്റെ എല്ലാ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെ നിലനിർത്തിക്കൊണ്ടുപോകണമേ. വിശിഷ്യ സ്വലാത്തുൽ വുസ്താ, സ്വലാത്തുൽ വുസ്താ, മധ്യമ നമസ്കാരം, അസർ നമസ്കാരമാണതെന്ന് മറ്റു ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അസറിന് പ്രത്യേകം എടുത്തു പറയാം. അതുപോലെ ഹദീസുകളിൽ മുനാഫിഖീങ്ങൾക്ക് ഏറെ ഭാരമുള്ള നിസ്കാരം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു നിസ്കാരമാണ് അസറും പറഞ്ഞു, ഇശയും പറഞ്ഞു, അതുപോലെ തന്നെ ഫജ്റും പറഞ്ഞിട്ടുണ്ട്. നാം ആലോചിക്കുക, ആ നമസ്കാരത്തിൽ കണിശതയുള്ളവരാണോ നമ്മൾ? ഇന്നത്തെ ദിവസം നമ്മോട് ചോദിക്കുക, ഇന്ന് ഫജ്റിന് ജമാഅത്തായി ഈ നിസ്കാരം നിർവഹിക്കുവാൻ എത്ര പേർക്ക് സാധിച്ചു? ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, ഏറ്റവും വളരെ പ്രാധാന്യപൂർവ്വം ചോദിക്കേണ്ടുന്ന ചോദ്യം. 5 നേരത്തെ നിസ്കാരങ്ങളിൽ നിങ്ങൾ കണിശത പുലർത്തണേ, സൂക്ഷ്മത നിലനിർത്തണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വഖൂമൂ ലില്ലാഹ്, വഖൂമൂ ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിന്ന് നിസ്കാരം നിർവഹിക്കൂ. ഖാനിതീൻ, വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ ഭക്തിയോടെ. നിസ്കാരത്തിന്റെ ജീവനതാണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെയും കാതലും ജീവനും അതാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഗുണമെന്താ? നിസ്കാരത്തിൽ നല്ല ഭക്തിയുണ്ടവർ. ഖാനിതീൻ, വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ നിർവഹിക്കൂ. ഖാശിഈന, വളരെ ഭയഭക്തിയോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിലുള്ള കൂടിയാലോചനയാണ്. ഇന്ന അഹദക്കും, നിശ്ചയമായി നിങ്ങളിൽ ഒരാൾ, ഇദാ ഖാമ ഫീ സ്വലാത്തിഹി യുനാജി ഫഇന്നഹു യുനാജി റബ്ബഹു, നിങ്ങളിൽ ഒരാൾ അവന്റെ നിസ്കാരത്തിൽ നിന്നാൽ തന്റെ റബ്ബുമായിട്ടുള്ള സ്വകാര്യ ഭാഷണത്തിലാണ്, തന്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണവൻ. അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു ആനന്ദമായി നമുക്ക് അനുഭവപ്പെടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ സമയമാകുമ്പോ പലപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട്, യാ ബിലാൽ അഖിമിസ് സ്വലാഹ് അരിഹ്നാ ബിഹാ, ബിലാലെ നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കൂ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കൂ. അരിഹ്നാ ബിഹാ, നമുക്കതുകൊണ്ടൊരു ആശ്വാസം കിട്ടട്ടെ, നമുക്കതുകൊണ്ടൊരു ആശ്വാസം കിട്ടട്ടെ. വല്ലാത്തൊരു ഉന്മേഷവാനായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പോയിരുന്നത്. നിസ്കാരം നിർവഹിച്ച് തീരുവോളം വല്ലാത്തൊരു ആനന്ദം. ഖുർറത്തു ഐൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എനിക്കെന്റെ നിസ്കാരത്തിൽ കൺകുളിർമ നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് കൺകുളിർമയാണെന്ന നിസ്കാരം. നിസ്കാരം കഴിയുന്നതോടുകൂടി എല്ലാ ടെൻഷനും പോയി. പ്രയാസങ്ങൾ വരുമ്പോൾ നിസ്കാരത്തിലേക്ക്, നിസ്കാരത്തിൽ നിൽക്കാൻ ഒരു വല്ലാത്ത ആനന്ദം, വല്ലാത്തൊരു ഉന്മേഷം, അലസത തൊട്ട് തീണ്ടുന്നില്ല. അതേ അവസരത്തിൽ നമുക്കൊക്കെ പല നേരങ്ങളിലുള്ള നിസ്കാരവും ഏറ്റവും കൂടുതൽ ഭാരമല്ലേ, അലസതയല്ലേ? അതാരുടെ ലക്ഷണമാണ്? അതാരുടെ ലക്ഷണമാണ്? വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ് ولا يذكرون الله إلا قليلا
മുനാഫിഖീങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവർ നിസ്കാരത്തിന് വേണ്ടി പോയി നിന്നാൽ എങ്ങനെയാണിരിക്കുക? ഖാമു ഉസാല, അലസന്മാര്, മടിയന്മാര്, കോട്ടുവായിട്ട് ക്ഷീണം കൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ, ചിന്തകൾ പലയിടങ്ങളിലും വ്യാപരിച്ച് പല രൂപത്തിലുള്ള എല്ലാ അതിന്റെ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് റുകൂഅ് സുജൂദുകളുടെ കാര്യത്തിൽ കണിശതയില്ലാതെ, അതിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളോട് കൂറ് പുലർത്താതെ, അത് കൃത്യമായി തെറ്റുകൂടാതെ ഉരുവിടാൻ പോലും അറിയാതെ, അറിഞ്ഞാൽ തന്നെയും ആശയങ്ങൾ അറിയാതെ, ആശയം അറിഞ്ഞാൽ പോലും ആ ആശയങ്ങളിലേക്ക് ഹൃദയം കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങായി നിർവഹിച്ചു പോരുന്ന സ്വഭാവം എന്ന് വിശുദ്ധ ഖുർആൻ മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. പിന്നെ അവര് നിസ്കരിക്കുന്നത് പലപ്പോഴും ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഒറ്റപ്പെടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കാരക്കാരുടെ കൂട്ടത്തിലാകുമ്പോൾ പലരും നിസ്കരിച്ചേക്കും. അവര് ജനങ്ങളെ കാണിക്കാൻ ചെയ്യുകയാണ്, അവര് ജനങ്ങളെ കാണിക്കാനാ ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം, നമുക്ക് ആ സ്വഭാവമുണ്ടോ എന്ന്. നിസ്കാരത്തോടുള്ള താല്പര്യവും റബ്ബിനോടുള്ള വിധേയത്വവും കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഒറ്റക്കാണെങ്കിലും എവിടെയാണെങ്കിലും അത് നിർവഹിച്ചേക്കും. നമുക്കറിയാം, പ്രവാസികളായ ആളുകൾ നിസ്കരിക്കുന്നവർ പോലും ഫ്ലൈറ്റ് യാത്രയിൽ നിസ്കരിക്കുന്നത് കാണാതെ പോകുന്നു. ഫ്ലൈറ്റ് യാത്രയിൽ നിസ്കരിക്കുന്നില്ല. സുബഹിയുടെ സമയം തീർന്നിട്ട് എയർപോർട്ടുകളിൽ ഇറങ്ങുന്ന യാത്രക്കാർ, ഇവിടെ നിന്ന് ഫജ്റിന്റെ സമയത്തിന് മുമ്പേ യാത്ര പോകുന്നവർ, നാട്ടിലെത്തുന്നത് ഫജ്ർ കഴിഞ്ഞിട്ടുമാണ്. 99% ആളുകളും നിസ്കരിക്കാതെ യാത്രയാകുന്നു. ആളുകൾക്ക് എന്തോ അതിനെ സംബന്ധിച്ചൊരു പ്രയാസം. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്ന വേളകളിൽ ഏറെ തന്റെ റബ്ബിനോട് തന്റെ സങ്കടം പറയേണ്ടുന്ന ഘട്ടത്തിൽ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, അവരെ പരിചരിക്കാൻ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ, ഖാദിമീങ്ങൾ, അവർക്കും അതിനെ സംബന്ധിച്ച് ചിന്തയില്ല. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ കൂട്ടത്തിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും എവിടെയാണെങ്കിലും നിസ്കാരം നിലനിർത്താൻ നമുക്ക് സാധിക്കും. കല്യാണ ദിവസങ്ങളിൽ നിസ്കാരം ഒഴിവാക്കുന്ന സ്ത്രീ പുരുഷന്മാർ, വിവാഹവേളകളിൽ അവർക്ക് നിസ്കാരമില്ല എന്ന് കുടുക്കം പോക്കും വരവും, അതുപോലെ തന്നെ അതിന്റേതായ ആരവാരങ്ങൾക്കുമിടയിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വിടുന്ന ആളുകൾ, ജീവിതത്തിന്റെ സന്തോഷഘട്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും നിസ്കാരത്തോട് അനീതി പുലർത്തുന്നവർ, ഇങ്ങനെ എത്രയെത്ര ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ, അവരൊക്കെ ഈ ഗണത്തിലാക്കുക. കാരണം അവർ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിസ്കരിക്കുക. ആ ടീമിൽ എല്ലാവരും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവനായിട്ട് അവിടെ ഇരിക്കൂല, അവനും പോകും. ആരും പോകുന്നില്ല, അവനും പോകൂല. യുറാവുന ജനങ്ങൾക്ക് വേണ്ടിയാ, ആളുകൾ കാണാൻ വേണ്ടിയാ. ഇനി അങ്ങനൊക്കെ പോയി നിസ്കരിച്ചാലും മുനാഫിക്കിന്റെ സ്വഭാവം എന്താ? അവൻ അതിലൊരു കൃത്യതയൊന്നും ഉണ്ടാവില്ല. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞല്ലാതെ അവൻ അല്ലാഹുവിനെ ഓർക്കൂല. അത് ഫാത്തിഹ ഓതിയോന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അവൻ ദിക്ർ ചൊല്ലിയോ, അത്തഹിയാത്ത് മുഴുവൻ ചൊല്ലിയോ, സൂറത്തുകൾ ഓതിയോ ഇല്ല. വളരെ പെട്ടെന്ന് സ്പീഡിൽ നിസ്കരിക്കുന്ന ഒരു ദുരന്തം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്വഉന്നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോഷണം നടത്തുന്നവൻ ആരാണെന്നോ നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാകുന്നു. വിധങ്ങൾ ഇത് പറഞ്ഞപ്പോ സഹാബത്ത് ഗൗരവത്തോടുകൂടി, വളരെ ഗൗരവമുള്ള കാര്യമാണല്ലോ ഈ കേട്ടത്. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, എങ്ങനെ ഈ നിസ്കാരത്തിൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, അവൻ റുകൂഉം സുജൂദും പൂർത്തിയായി നിർവഹിക്കൂല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ലാ യുഖീമു സുൽബഹു ഫി റുകൂഇ വസ്സുജൂദ്, റുകൂഇലും സുജൂദിലൊന്നും അവന്റെ മുതുക് നിവരേണ്ട നിലക്കും വളക്കേണ്ട നിലക്കൊന്നും വളച്ച് കൃത്യമായിട്ട് ചെയ്യൂല. ഇത് നിസ്കാരത്തിന്റെ ചോരണമാണ്, മോഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരം നമുക്ക് അത് കൃത്യത വേണം, അതിന്റെ സൂക്ഷ്മത വേണം. ഇനി അതുകൊണ്ടുള്ള നേട്ടം എന്താ പറഞ്ഞത്? ഇന്നസ്സലാ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിസ്കാരം തടയുന്നു. നിസ്കാരം നമ്മെ തടയണം ഫാഹിശത്തുകളിൽ നിന്ന്, മുൻകറാത്തുകളിൽ നിന്ന്. നിസ്കരിക്കുന്നു, മദ്യപിക്കുന്നു, നിസ്കരിക്കുന്നു, വ്യഭിചരിക്കുന്നു, നിസ്കരിക്കുന്നു, നുണ പറയുന്നു, നിസ്കരിക്കുന്നു, ഹജ്ജിന് പോകുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നു, പ്രയോജനം ഇല്ല. നിസ്കാരത്തിന്റെ സ്വീകാര്യത അതനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് പ്രിയമുള്ളവർ. നിസ്കാരം കൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ പരമപ്രധാനമായൊരു നേട്ടം അതാണ്. തിന്മകളിൽ നിന്ന് നമ്മെ വിട്ടുനിൽക്കുവാൻ ആ നിസ്കാരം പ്രാപ്തമാക്കണം.
അല്ലാഹുവേ, നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, നിന്നോടാണ് ഞാൻ പറയുന്നത് എന്ന ആ ഖുശൂഅോടുകൂടെ 5 നേരം ഇത് പറഞ്ഞ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പിന്നെയും തിരിച്ചു ചെല്ലുമ്പോൾ ഇങ്ങനെ പാപക്കറകൾ ഏശാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ശ്രമം മുഅ്മിനിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ അവനുണ്ടാകുന്ന ഒരു ഗുണമാണ്, മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല ബിലാലിനോട്, ബിലാലെ അഖ്നിസ്വലാ അരിഹ്നാ ബിഹാ, റാഹത്ത് കിട്ടും നിസ്കരിക്കുമ്പോൾ. നിസ്കാരം കൊണ്ടുണ്ടാവുന്നൊരു നേട്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 നേരം നിസ്കാരം നിലനിർത്തുന്ന ഒരു മുസ്ലിമിന് കിട്ടുന്ന മനസ്സമാധാനം അതിൽ കണിശതയില്ലാത്തവന് കിട്ടില്ല, അതിൽ കിട്ടൂല. ഇന്ന് സുബഹി ജമാഅത്തായി നിസ്കരിച്ചവനുള്ള ഒരു മാനസികമായ സന്തോഷം മുഅ്മിനാണെങ്കിൽ ഇന്ന് നിസ്കാരം നഷ്ടപ്പെട്ടവന് കിട്ടില്ല, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രഭാതത്തിൽ റബ്ബിനെ ഓർത്തുകൊണ്ട് അവന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച് വളരെ മാനസികമായ ഒരു സമാധാനം അല്ലാഹു അവന് മുഴുദിനവും പ്രദാനം ചെയ്യും. അവനന്ന് നശീഫൻ ഫഅസ്ബഹ നശീഫൻ, അവൻ നല്ല ഉന്മേഷവാനായിരിക്കും, അവന്റെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യമായിരിക്കും. അതേ അവസരത്തിൽ അത് പാഴാക്കാതെ കിടന്നുറങ്ങിയവൻ, അത് പാഴാക്കി കിടന്നുറങ്ങിയവൻ അവനായിത്തീരുന്നത് എങ്ങനെയാണ്? ഖബീസൻ നഫ്സി കസ്ലാൻ, ഖബീസൻ നഫ്സി കസ്ലാൻ. എന്താ ഖബീസൻ? വൃത്തികെട്ട മനസ്സ്, വളരെ മ്ലേച്ഛമായ മനസ്സായിരിക്കും അന്ന് മുഴുവനവൻ. മാത്രല്ല ആ ദിനം മുഴുവൻ അവൻ കസ്ലാൻ, മടിയനായിരിക്കും, അലസനായിരിക്കും, ഉന്മേഷമുണ്ടാവുകയില്ല. ഉന്മേഷമില്ലാത്തൊരു ദുരന്തം അവനുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ ഉന്മേഷം പ്രദാനം ചെയ്യുന്നു 5 നേരം നിസ്കരിക്കുന്നവന്. മനസ്സിന് വല്ലാത്ത സമാധാനമുണ്ടാകും. ഷർറാണെങ്കിലും ഖൈറാണെങ്കിലും അവൻ സ്വസ്ഥത അനുഭവിക്കും, അഹങ്കാരിയാവില്ല, നിരാശപ്പെടില്ല. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ ഇദാ മസ്സഹു ശർറു ജസൂആ وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. അല്ലാഹു വളരെ കൃത്യമായിട്ട് ആ ഗുണം പറയാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ക്ഷമിക്കാനുള്ള ഒരു കഴിവില്ലാത്ത കോലത്തിലാണ്, അക്ഷമനായും കൊണ്ടാണ്. ഇദാ മസ്സഹു ശർറു ജസൂആ, അവന് വല്ല ആപത്തും തിന്മയും ഒക്കെ ബാധിച്ച അവൻ വല്ലാതെ പൊറുതികേട് കാണിക്കും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. പല രൂപത്തിലുള്ള കോപ്രായങ്ങളും അവനിൽ വന്നുപോകും, ക്ഷമിക്കാൻ കഴിയുന്നില്ല. അല്ലാഹ് നല്ലത് കുറച്ച് കൊടുത്താലോ അവൻ വലിയ അഹങ്കാരിയായിരിക്കും. എനിക്ക് കിട്ടിയതാ, എന്റെ കഴിവാ, എന്റെ ബുദ്ധിയാ, എന്റെ വിദ്യാഭ്യാസമാ, എന്റെ മിടുക്കാണ്, എന്റെ തലയാണ്, എന്റെ ചിന്തയാണ് എന്നൊക്കെ അവനിങ്ങനെ മേനി നടിച്ചുകൊണ്ട് വാരിക്കൂട്ടും. അവൻ ആ ഖൈറിൽ നിന്ന് ഒരു പൊടി അവൻ മറ്റുള്ളവരിലേക്ക് സഹായിക്കില്ല. മനൂആയിരിക്കും, അവൻ തടയും, നന്മയിൽ നിന്നൊക്കെ അവൻ തടയും. അങ്ങനത്തെ സ്വഭാവം. എന്നാ ഈ നെറികെട്ട സ്വഭാവങ്ങളൊന്നും ആർക്കുണ്ടാവില്ല എന്നാ അല്ലാഹു പറയുന്നത്. ഇല്ലൽ മുസല്ലീൻ, 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്ക് ഈ ദുർഗുണമൊന്നും ഉണ്ടാവില്ല. എങ്ങനത്തെ നിസ്കാരക്കാർക്ക്? തോന്നുമ്പോ സല്ലികളല്ല, എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്നവരല്ല. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, നിസ്കാരത്തിൽ വളരെ ദായിമായി അത് നിത്യം ചെയ്യുന്നവർക്ക് ഈ ദുർഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവന് പ്രയാസം വന്നാലും നിസ്കാരത്തിലോ അള്ളാഹിനോട് സങ്കടം പറയും, ഒരു ടെൻഷൻ പോയി. സന്തോഷം ഉണ്ടായാലും അഹങ്കരിക്കൂല, എന്റെ റബ്ബ് തന്നതാ, നല്ല ശുക്ർ മനസ്ഥിതിയാണ്. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും അവന്റെ നിസ്കാരം അവന് സന്തുഷ്ടി പകരും. ഈ നിലക്ക് പ്രിയമുള്ളവരെ, മാനസികമായും അതുപോലെ തന്നെ ജീവിതത്തിന്റെ നിഖില മേഖലകളുടെയും ശുദ്ധീകരണത്തിനുള്ള പ്രേരകമായും കൊണ്ട് നിസ്കാരത്തെ നിലനിർത്താനാണ് അല്ലാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും സജീവമായ ശ്രദ്ധ പുലർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുക, പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി നിസ്കാരം നിലനിർത്തി അതിനോട് കൂറ് പുലർത്തി യഥാർത്ഥമായ ശുദ്ധമായ ജീവിതം നയിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണം, ആ മരണാനന്തരമുള്ള ജീവിതം, അതിൽ നമ്മുടെ കർമ്മ രേഖകളിൽ നിന്ന് ആദ്യമായി ചോദിക്കപ്പെടുന്ന കർമ്മം,
അത് നിസ്കാരമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊരു മനുഷ്യനാണെങ്കിലും ഇതവന്റെ മനസ്സിൽ എപ്പോഴും വേണം. മരണം എപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആരെന്ന് വ്യത്യാസമില്ല. പ്രായമുള്ളവനെന്നോ ചെറുപ്പക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ല. മരണം തൊട്ട് പിന്നാലെയുണ്ട്. സൗദി അറേബ്യയുടെ ഭരണച്ചെങ്കോൽ പിടിച്ചിരുന്ന മഹാനായ അബ്ദുള്ള രാജാവ് ഇന്ന് പുലർച്ചെ അദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരം നമ്മളെല്ലാം മീഡിയകളിലൂടെ അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുകയും അദ്ദേഹത്തിന്റെ സ്വർഗം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ശേഷം വരുന്ന ഭരണാധികാരിക്ക് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ശുദ്ധമായ ഭരണം ആ രാജ്യത്ത് കാഴ്ചവെക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനും ചെന്നുപോയി കിടക്കാനുള്ളത് രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും നമുക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട വെറും തറയിലാണ്, മണ്ണിലാണ്. ആ മണ്ണിൽ കിടന്ന് അള്ളാഹു നിശ്ചയിച്ച കാലം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലെത്തി ദൈവിക കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോയി നിൽക്കുന്ന ഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഒരടിമ പരലോകത്ത് വെച്ച് അവന്റെ അമലുകളിൽ നിന്ന്, വിശ്വാസമല്ല, അവന്റെ അമലുകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് ആദ്യ വിചാരണ നേരിടുന്ന വിഷയം സ്വലാത്തുഹു, നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. ആദ്യ ചോദ്യം അതാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മുടെ കർമ്മങ്ങൾ സംബന്ധിച്ചുള്ള വിചാരണ നടക്കുമ്പോൾ ആദ്യം നിസ്കാരമാണ്. അത് വളരെ നന്നായി അവൻ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് നല്ല നിലക്കാണെങ്കിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു, പാസ്സായി, വിജയിച്ചു. അത് ദുഷിച്ചോ, അമ്പേ പരാജയപ്പെട്ടു. സൂക്ഷിക്കൂ സഹോദരന്മാരെ, പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ എത്ര നിസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചു, എത്ര ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ജമാഅത്ത് നിസ്കാരങ്ങൾ എത്ര തവണ അവന് നഷ്ടപ്പെട്ടു, മനഃപൂർവ്വം എത്ര തവണ നമ്മൾ കിടന്നുറങ്ങി. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ തണുപ്പും ആസ്വദിച്ചുകൊണ്ട്, ഉദച്ചു മൂടിക്കൊണ്ട്, ഇപ്പോഴുള്ള തണുത്ത രാത്രികളിൽ ഫജ്ർ നിസ്കാരത്തിനും അതുപോലെ പല നമസ്കാരങ്ങൾക്കും പള്ളികളിലേക്ക് പോകാതെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകുന്നവരെ നാം ചിന്തിക്കുക. ഖബറിൽ നിന്ന് പരലോകത്തേക്ക് റബ്ബിന്റെ അടുക്കലേക്ക് എത്തി നമ്മുടെ അമലുകളിൽ നിന്ന് ആദ്യ വിചാരണക്കെടുക്കുന്ന കാര്യമാണ് നമ്മൾ ഈ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. 5 നേരത്തെ നിസ്കാരം, അത് ശരിയായാലെല്ലാം ശരിയായി. അതിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അവൻ പരാജയപ്പെട്ടു. ആ നിസ്കാരത്തിന്റെ എല്ലാ സൂക്ഷ്മതകളെയും ഇസ്ലാം ഗൗരവത്തോടെ പറഞ്ഞു. ഇനി അത് നിർവഹിച്ച മനുഷ്യരിൽ തന്നെ ഏതെങ്കിലും നിലക്ക് പോരായ്മകൾ വരാലോ. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഖുശൂഅ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ അറിഞ്ഞും അറിയാതെയൊക്കെ വന്നിട്ടുണ്ടാകും. അതിനെപ്പറ്റി പറയാണ്, എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? അവന്റെ 5 നേര നിസ്കാരങ്ങൾ നിർവഹിച്ചതിൽ വല്ല പാളിച്ചയും ന്യൂനതയും കമ്മിയുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ മലക്കുകളോട് പറയും, എന്റെ അടിമയുടെ സുന്നത്ത് നിസ്കാരങ്ങൾ പരിശോധിക്കൂ, എന്റെ അടിമക്ക് സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ എന്ന് നോക്കൂ. അല്ലാഹുക്ക് അറിയാനിട്ടല്ല, മലക്കുകളോട് പറയണം. അതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കാൻ. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ ഫയുകമ്മലു ബിഹാ മൻ തഖസ മിനൽ ഫരീദ, അത് മുഖേന അവന്റെ ഫർദ് നിസ്കാരങ്ങളിൽ നിർവഹിച്ചതിൽ വന്നുപോയിട്ടുള്ള ന്യൂനതകളെ അല്ലാഹു പരിഹരിച്ചു കൊടുക്കും. സുമ്മയഖൂനു സായിറു അമലിഹി അലാ ദാലിക, മറ്റ് അമലുകളൊക്കെ ഇതുപോലെയാണ്. സക്കാത്ത്, നിർബന്ധ സക്കാത്തിൽ ഏതെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ സ്വതഖയിലൂടെ, നിർബന്ധ നോമ്പിൽ വന്ന പോരായ്മകൾ സുന്നത്ത് നോമ്പുകളിലൂടെ, ഇങ്ങനെ ഓരോ അമലുകളും അല്ലാഹു കണക്കെടുപ്പ് നടത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുക, സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കാറുണ്ടോ?
12 റക്അത്തിന്റെ കാര്യത്തിൽ സ്ഥിരോത്സാഹം കാണിക്കുന്നവന് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന് വീടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടതിന്റെ ശേഷം ഒരിക്കൽ പോലും ഒരു റക്അത്ത് ഞാൻ മിസ്സാക്കിയിട്ടില്ല, ഞാനത് നിർവഹിക്കാതിരുന്നിട്ടില്ല എന്ന് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. നമ്മൾ ചിന്തിക്കണം, എത്ര കാലായി നമ്മൾ ഈ ഹദീസ് കേൾക്കുന്നത്. കേട്ടത് മുതൽക്ക് പഠിച്ചത് മുതൽക്ക് പിന്നെ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല എന്നാണ് സഹാബ വനിത നമ്മുടെ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹാ പറയുന്നത്. നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ സുന്നത്ത് നിസ്കരിക്കാറുണ്ടോ? സുന്നത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടോ? ഫജ്റിന്റെ മുമ്പ്, ളുഹറിന്റെ മുമ്പ്, ളുഹറിന്റെ ശേഷം, അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം, ഇതൊക്കെ മുഅക്കദായ സുന്നത്തുകൾ. നമ്മുടെ ഫർളുകളിൽ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളിൽ വന്നിട്ടുള്ള ന്യൂനതകളുടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഇതങ്ങോട്ട് വെച്ചുകൊടുത്തുകൊണ്ട് അതിലുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതൊക്കെ ഇല്ലാത്തതിന്റെ നഷ്ടവും ദുഃഖവും പരലോകത്ത് വെച്ച് അനുഭവിച്ചൊരു തിരിച്ചുവരവിന് ചാൻസ് ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് പരിഹാരം ചെയ്ത് വരട്ടെ എന്ന് പറയാനുള്ള നേരമില്ലല്ലോ, ഇടമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ പ്രിയമുള്ളവരെ, നമ്മളതിന്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നമ്മുടെ നിസ്കാരത്തിന്റെ വേളകളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അത് പറയാത്തൊരു സുന്നത്ത് നിസ്കാരവുമില്ല, അത് പറയാത്തൊരു ഫർള് നിസ്കാരവും നമുക്കില്ല. നമ്മളത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം 3 30 3000 30 ലക്ഷം കോപ്പികളിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തേജോമയമായ വ്യക്തിത്വത്തെ വരച്ച് വികൃതമാക്കാൻ ശ്രമിച്ചാലും ആ തെമ്മാടികളുടെ കൈകൾ കുഴഞ്ഞു പോവുകയല്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുത്തിനെ താഴെ ഇറക്കാൻ ഒരു വരക്കാരന്റെ വരക്കും സാധ്യമാവില്ല. അത് സംശയമില്ല. അത്രക്കും നമ്മൾ നമ്മുടെ ഹബീബിനെ സ്നേഹിക്കുന്നു. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം ലോകത്ത് മുസ്ലിമീങ്ങൾ ഉള്ളയിടങ്ങളിൽ നിന്നെല്ലാം അവർ പറയുന്നു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഹബീബുന, നമ്മുടെ ഹബീബ്. ഏത് വൃത്തികെട്ടവന്മാരെ വൃത്തികേടാക്കാൻ ശ്രമിച്ചാലും അവർ സ്വയം മാറുമെന്നതല്ലാതെ ഹബീബിന്റെ തേജോമയമായ കളങ്കരഹിതമായ ജീവിതത്തെ അപകീർത്തിപ്പെടുത്താൻ ഇവരെക്കാൾ വലിയ കൊലകൊമ്പന്മാര് ലോകത്ത് ശ്രമിച്ചിട്ട് ഇന്നവരെ സാധിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിമീങ്ങളെ അവരുണ്ടാക്കിയെടുക്കുന്ന കെണിവലകളിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. രാജ്യത്തെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കലാണ് ആ രൂപത്തിലുള്ള കുതന്ത്രങ്ങൾ മെനയുന്നവരുടെ ഉദ്ദേശം. പ്രകോപിപ്പിച്ചുകൊണ്ട് അവരെ ഇളക്കിവിട്ട് രാജ്യത്ത് കലാപകാരികളാണ് മുസ്ലിമീങ്ങളെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കുക, ഹബീബിന്റെ തേജോമയമായ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന തെമ്മാടികളുടെ ഫിത്നയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു രക്ഷ നൽകുമാറാകട്ടെ. നാം പ്രാർത്ഥിക്കുക. അവരുദ്ദേശിക്കുന്ന, ഉണർത്തിവിടുന്ന ചില തന്ത്രങ്ങളുണ്ട്. അതിൽ പെട്ടുപോകാതെ മുസ്ലിമീങ്ങളെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ അല്ലാഹു എന്നും നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അത് വാക്കുകളിലും ചുണ്ടുകളിലുമല്ല. ഹബീബ് പറഞ്ഞതാണ് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. ഫജ്ർ നിസ്കരിക്കാതെ, ഫജ്റിന് പള്ളിയിൽ പോകാതെ വാട്സപ്പിൽ ഹബീബിനോടുള്ള സ്നേഹം ഫോർവേഡ് ചെയ്യലല്ല ഹബീബിനോടുള്ള സ്നേഹമെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഹബീബിന് വേണ്ടി വാദിക്കുക വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും മാത്രം. എന്റെ അമലില്ല, ഹബീബിനോട് സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആ ഹബീബുമായിട്ട് എന്ത് ബന്ധമാവുള്ളത്? ചിന്തിക്കുക. നല്ലൊരു ശതമാനം യുവാക്കൾ ഇന്ന് അതിന്റെ പിന്നാലെയാണ്. ഹബീബിനോടുള്ള സ്നേഹം വൈകാരികമായി സോഷ്യൽ മീഡിയകളിലൂടെ പ്രകടിപ്പിക്കുന്നു. അവൻ പള്ളിയിൽ പോകൂല, നിസ്കരിക്കൂല, നുണ പറയും, സിനിമ കാണും, എല്ലാ വൃത്തികേടുകളുമുണ്ട്, ഹബീബിനോട് സ്നേഹമാണെന്ന് പറയും. കാപട്യമാണത്. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മുടെ നിസ്കാരം നമുക്ക് പ്രയോജനപ്പെടണം. 5 നേര നിസ്കാരങ്ങളിലും ആ ഹബീബിന്റെ പേര് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അവിടുത്തെ ജീവിതചര്യകൾ ജീവിതത്തിൽ പാലിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആവശ്യകത ഒക്കെ നമ്മൾ മനസ്സിലാക്കി അത് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെ നിസ്കാരത്തെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന ഇബാദത്താക്കി മാറ്റുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു ഈ സമുദായത്തിൽ നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول أو عمل. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.